മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ധനഹാകാലം 6-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സുദിനത്തിൽ തിരുസഭ നമുക്ക് ധ്യാന വിഷയമായി തരുന്നത് സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള തിരുവചനഭാഗങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും, ഈശോയെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ യോഹന്നാന്റെ ശിഷ്യന്മാർ ഭയങ്കരയേറെ വേദനാജനകമായിട്ട് അനുതാപത്തോടുകൂടെ വിഷമത്തോടുകൂടെ യോഹന്നാന്റെ സന്നിധിയിൽ എത്തിക്കൊണ്ട് സ്നാപകനെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നാപകൻ ആരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞോ ആ വ്യക്തി വിശുദ്ധ സ്നാപയോഹന്നാൻ മാമോദീസ നൽകിയതുപോലെ മറുകരയിൽ ഈശോ ജ്ഞാനസ്നാനം നൽകുന്നു, അനേകം പേര് അവരുടെ അടുക്കിലേക്ക് ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടുകൂടി പറയുകയാണ്. ഇത് കണ്ട സ്നാപയോഹന്നാൻ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് അവരുടെ സങ്കടങ്ങളെയും ആകുലതകളെല്ലാം മാറ്റുവാനായിട്ട് പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രകാരമാണ്, ഞാൻ ആരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞോ ആ വ്യക്തി അപ്പുറത്ത് ജ്ഞാനസ്നാനം നൽകുമ്പോൾ അവൻ വളരുകയും ഞാൻ കുറയുകയും എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ പ്രകാരമാണ്. ഈശോ ഈ ലോകത്തിലേക്ക് കടന്നുവന്ന് അവിടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്നാപയോഹന്നാന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക ഈശോയെക്കുറിച്ച് സാക്ഷ്യം നൽകുവാൻ വേണ്ടിയിട്ടാണ്. ആ സാക്ഷ്യമാണ് സ്നാപയോഹന്നാൻ നൽകിയത്. സ്നാപയോഹന്നാന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കലും സ്നാപയോഹന്നാന്റെ കഴിവ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ സ്വന്തം മുഖത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. നമ്മളെല്ലാവരും വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. പൗരോഹിതരായിരിക്കാം, സന്യസ്തരായിരിക്കാം, അല്ലെങ്കിൽ ദേവാലയത്തിലെ വിവിധ മേഖലകളിൽ ഗാന ശുശ്രൂഷയിലോ ദേവാലയ ശുശ്രൂഷയിലോ അല്ലെങ്കിൽ വേദപാഠം പഠിപ്പിക്കുന്ന ഓരോ മേഖലകളിൽ വിവിധ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നാപകനെ ശുശ്രൂഷ കാണിച്ചു തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം. നമുക്കൊന്ന് വിചിന്തനം ചെയ്ത് നോക്കാം, നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവമുഖത്തിന് വേണ്ടിയിട്ടാണോ നാം ചെയ്യുന്നതോ സ്വന്തം മുഖത്തിന് വേണ്ടിയിട്ടാണോ എന്ന്. സ്നാപകനിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന രണ്ടാമത്തെ കാര്യം, സ്നാപകൻ ഒരു ചൂണ്ടുപലകയായിരുന്നു, രക്ഷകനിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു. വിഷമത്തോട് വന്ന സങ്കടത്തോട് വന്ന ശിഷ്യന്മാരെ യേശുവിലേക്ക് രക്ഷയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയെല്ലാം മറ്റുള്ളവരിലേക്കല്ലാതെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? സ്നാപകനെ പോലെ ചൂണ്ടുപലകയാണോ നമ്മുടെ ജീവിതം നമുക്ക് ചെയ്യുന്നത്? സ്നാപയോഹന്നാൻ ശിഷ്യന്മാർ ആകുലതയോട് പറഞ്ഞപ്പോൾ പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് നൽകുന്നത് മാത്രമേ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് മറ്റുള്ളവരുടെ കഴിവുകളിൽ നമ്മളത് അംഗീകരിക്കുവാനും വിശുദ്ധ സ്നാപയോഹന്നാനെ പോലെ എളിമപ്പെട്ട് ജീവിക്കാനും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് വിവരം ചെയ്ത് നോക്കാം. ഈ ഞായറാഴ്ചകളിൽ നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈശോയെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും നമ്മുടെ ശുശ്രൂഷകളും പ്രവൃത്തികളും ദൈവത്തിന് വേണ്ടി ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടും എളിമപ്പെടുന്നതിന് വേണ്ടിയിട്ടും ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഒരു ചൂണ്ടുപലയായിട്ട് മാറുവാനായിട്ട് ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് ലാഭത്തും സമൃദ്ധമായിട്ട് നൽകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.